സാർ, ഫ്യൂസ് ഊരരുത്, പൈസ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്കൂളിൽ പോകുക സാർ. വൈദ്യുതി മീറ്ററിനരികെ ഇങ്ങനെയൊരു കുറിപ്പ് കണ്ടതോടെ KSEB പത്തനംതിട്ട കോഴഞ്ചേരി സെക്ഷനിലെ ലൈൻമാൻ ബിനീഷിന്റെ മനസ്സ് ഒന്നിടറി. വൈദ്യുതി വിച്ഛേദിക്കാതെ ലൈൻമാൻ ബിനീഷ് മടങ്ങി. +1-ലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന സഹോദരിമാരാണ് വീട്ടിലെ വൈദ്യുതി മീറ്ററിനരികിൽ കുറിപ്പ് എഴുതി വെച്ചത്. മനസ്സലിവുള്ള ലൈൻമാനാണ്, അതുകൊണ്ടല്ലേ ഫ്യൂസ് ഊരാതെ പോയത്. ഒരുപാട് നന്ദിയുണ്ട്, കുട്ടികളുടെ പിതാവ് പറഞ്ഞു. ലൈൻമാൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ പേപ്പർ കണ്ട് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പം എന്നെ വിളിച്ചു. ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നമ്പറെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു. പിന്നെ പുള്ളിയുടെ നല്ല മനസ്സുകൊണ്ട് ഫീസ് ഊരാതെ പുള്ളിക്കാരൻ തിരിച്ചു പോയി. പിന്നെ പൈസ അടച്ച് ആ കുറിപ്പിൽ എന്താണ് കുട്ടികൾ എഴുതി വെച്ചിരുന്നത്? അത് കുഞ്ഞുങ്ങൾ എഴുതി വെച്ച്, സാർ ദയവ് ചെയ്ത് ഫീസ് ഊരരുത്, ഞങ്ങൾ പൈസ അടച്ചോളാം എന്നാണ് കുഞ്ഞുങ്ങൾ എഴുതിയത്. അതിനു മുമ്പും ഊരിയിട്ടുണ്ട്, ഞാൻ കൊണ്ടടക്കിയതായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ എഴുതി അത് ഫോൺ നമ്പർ എഴുതി, ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാനവിടെ ഇല്ലാഞ്ഞുകൊണ്ടാണ് അവരെഴുതി വെച്ച്. അങ്ങനെ എന്നെ വിളിച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഫീസ് ഊരിയില്ല, തിരിച്ചു പോയി. പിന്നെ പൈസ അടച്ചു. ഇതിനു മുമ്പും ഇങ്ങനെ നമ്മൾ കൃത്യസമയത്ത് കറണ്ട് ചാർജ് അടയ്ക്കാത്തത് കൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, ഫീസ് ഊരിയിട്ടുണ്ട്. അന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ പഠിക്കുന്ന സാഹചര്യത്തിൽ. ബുദ്ധിമുട്ടുണ്ടായി. ചിലപ്പോൾ അറിയാതെ പോയി അടയ്ക്കാൻ താമസിച്ചു പോയി, അങ്ങനെ മറന്നു പോകും ഒക്കെ ചെയ്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ സംഭവിച്ചു പോയി, നമ്മൾ ഓർത്തില്ല, അത്രയേ ഉള്ളൂ. ആ കുറിപ്പ് കണ്ടാൽ എങ്ങനെ ഫ്യൂസ് ഊരും? ഞങ്ങളും മനുഷ്യരല്ലേ എന്നായിരുന്നു ലൈൻമാൻ ബിനീഷിന്റെ പ്രതികരണം. നമുക്ക് തോന്നിയൊരു സമയത്ത് വിഷമാണ് തോന്നിയത്. കാരണം പിള്ളേർ എഴുതിയിരിക്കുന്നത് സാറത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, പിള്ളേരുടെ മനസ്സിൽ നമുക്ക് തോന്നും, നമുക്കൊരു വിഷമല്ല തോന്നുന്നത്. കാരണം പിള്ളേരല്ല എഴുതിയേക്കുന്നത്, വലിയവർ എഴുതിയേക്കുന്നതും പിള്ളേർ എഴുതിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. നമുക്ക് അപ്പൊ പിള്ളേർ എഴുതിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്കൊരു വിഷമം തോന്നിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്യൂസ് ഊരിയില്ല. ഇല്ലില്ല, ഫീസ് ഊരി. ഉടനെ തന്നെ ഞാൻ അത് ഫോൺ നമ്പർ കണ്ടപ്പോൾ ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചു. പിള്ളേരും ഒരു ഉച്ച സമയത്താണ് ഞാൻ ചേർന്നത്. അപ്പൊ ഞാൻ പിള്ളേർ ഫോൺ നമ്പർ എഴുതി പിള്ളേരെ ഫോൺ വിളിച്ചപ്പോൾ അവർ അച്ഛനാ ഫോൺ എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടു, ഞാൻ ആ പൈസ എടുക്കുവാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ് സാർ എടുത്ത് ഞാൻ അടച്ചാൽ മതി. ഞാൻ പറഞ്ഞു, 461 ഉള്ളൂ, 500 രൂപ ഉണ്ടല്ലോ ചോദിച്ചപ്പോൾ എന്നോട് പിന്നെ കുഴപ്പമില്ല തരുന്നോ. എന്നിട്ടാണ് ഞാൻ പൈസ എടുക്കുന്നത്. ആ വാചകങ്ങൾ വായിച്ചപ്പോഴേ ആ വാചകങ്ങൾ എന്തായിരുന്നു? അത് ശരിക്കും മനസ്സിൽ കൊണ്ടു അല്ലേ സാറിന്റെ? അത് തന്നെ നമുക്കൊരു മനസ്സിൽ കൊണ്ടു. വളരെ വിഷമം തോന്നി പിള്ളേർ എഴുതിയേക്കുന്ന കണ്ടപ്പോഴേ. സാധാരണ അങ്ങനെ പിള്ളേർ അവിടെ എഴുതി വെക്കാറില്ല. നമ്മൾ ചെല്ലുമ്പോ കട്ട് ചെയ്യുക പോരുക എന്നുള്ളതല്ലാതെ. ഈ സാധാരണ നമ്മൾ വീടുകളിൽ ഇങ്ങനെ വൈദ്യുതി ബില്ല് അടക്കത്തിനെ തുടർന്ന് ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ശരിക്കും? നമുക്കതൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരു വിഷമമാണ്. പിന്നെ പൈസ നിവർത്തിയില്ലല്ലോ, ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കുട്ടികളുടെ വീട്ടിൽ 461 രൂപയായിരുന്നു വൈദ്യുതി ബിൽ തുക അടയ്ക്കാതെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടാൽ രാത്രി പഠനം മുടങ്ങുമോ എന്ന ആശങ്കയായിരുന്നു കുട്ടികൾക്ക്. തയ്യലിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് പിതാവ് കുട്ടികളെ വളർത്തുന്നത്. കൃത്യസമയത്ത് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ഇതിനു മുമ്പ് പലതവണ കുട്ടികളുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഇക്കുറി ഏതായാലും അത് സംഭവിച്ചില്ല. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.